ആദ്യം പറഞ്ഞ സ്ത്രീകൾക്ക് സുരക്ഷയ്ക്ക് പുറമേ, സുരക്ഷ നൽകണം എന്ന പ്രമേയത്തിന് പുറമേ ചില പ്രധാനപ്പെട്ട പ്രമേയങ്ങളും അവതരിപ്പിക്കുകയുണ്ടായി. ഞാൻ നേരത്തെ ഇവിടെ ചർച്ചയുടെ ഭാഗമായിട്ട് പറഞ്ഞതുപോലുള്ള മനുഷ്യ ജീവനുകൾ സംരക്ഷിക്കും വിധം കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന പ്രമേയം സഖാവ് CV വർഗീസ് അവതരിപ്പിച്ചു. അതേപോലെ മയക്കുമരുന്നിനെതിരെ ഏകോപിതമായ പ്രതിരോധം ഉയർത്തണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം സഖാവ് S. സതീഷ് അവതരിപ്പിക്കുകയുണ്ടായി. റബ്ബർ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം സഖാവ് ഓമലൂർ ശങ്കരൻ അവതരിപ്പിച്ചു. കേരളത്തിലെ റെയിൽവേ വികസനത്തിനുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കണമെന്ന് പ്രമേയം സഖാവ് സതീദേവി അവതരിപ്പിക്കുകയുണ്ടായി. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പോയിൻ്റ് ഓഫ് കോൾ പദവി അനുവദിക്കണമെന്ന പ്രമേയവും സഖാവ് M. പ്രകാശം മാസ്റ്റർ അവതരിപ്പിച്ചു. ആരോഗ്യമേഖലയിലെ കേന്ദ്ര അവഗണന അവസാനിപ്പിക്കണമെന്ന ആവശ്യം സഖാവ് KK ശൈലജ ടീച്ചർ പ്രമേയത്തിലൂടെ ഉന്നയിച്ചു. പരമ്പരാഗത വ്യവസായ മേഖലയെ സംരക്ഷിക്കണമെന്ന പ്രമേയം സഖാവ് ചന്ദ്രബാബു അവതരിപ്പിച്ചു. മത്സ്യമേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിന് എതിരായി നയം തിരുത്തണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം സഖാവ് സജി ചെറിയാൻ അവതരിപ്പിക്കുകയുണ്ടായി. മാഹിക്ക് വികസന പാക്കേജ് അനുവദിക്കണമെന്ന പ്രമേയം സഖാവ് M. പ്രകാശം മാസ്റ്റർ അവതരിപ്പിച്ചു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ കേന്ദ്ര സർക്കാരിൻ്റെ കടന്നാക്രമണങ്ങൾക്കെതിരെ അണിചേരുക എന്ന പ്രമേയം സഖാവ് രാധാകൃഷ്ണൻ MP അവതരിപ്പിക്കുകയുണ്ട്. ഇത്രയും പ്രമേയങ്ങൾ ഇന്നത്തെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ചു. ഇന്നലെ ഒന്നും കൂടി പറഞ്ഞിട്ട് തുടങ്ങാം. ഇന്നലെ ഞാൻ ഇവിടെ പത്രസമ്മേളനം വേഗം തിടുക്കത്തിൽ അവസാനിപ്പിച്ച് പോയതിനെ രാത്രി ഞാൻ നോക്കുമ്പോൾ ഒരു വാർത്താ ചാനൽ കഥയുണ്ടാക്കുക. സാധാരണ ഗോവിന്ദ മാഷ് ഇങ്ങനെയല്ലായിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോകുന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ ആ കാര്യം പറഞ്ഞതിന് ശേഷം ചോദ്യങ്ങൾക്കൊന്നും അധികം നിൽക്കാതെ പെട്ടെന്ന് തന്നെ പോയി. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ്, അരമണിക്കൂർ ഗ്യാപ്പിലാണ് ഇന്നലത്തെ പത്രസമ്മേളനം നടത്താൻ തീരുമാനിച്ചത്. കാരണം പ്രതിനിധി സമ്മേളനത്തിൻ്റെ തുടർച്ചയിൽ നമുക്ക് ആകെ ചായക്ക് പിരിയുന്ന അരമണിക്കൂറിൻ്റെ ദൈർഘ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടത് ആ സമയം കൊണ്ട് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അത്യാവശ്യം ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ആ ചോദ്യത്തിന് മറുപടിയും പറഞ്ഞ് ഞാൻ പോയത്. അതിനിങ്ങനെ ഒരു വക്രീകരിച്ച് വാർത്തയുണ്ടാക്കുക എന്നത് എങ്ങനെയാണ് നെഗറ്റീവ് ഉണ്ടാക്കുക എന്ന നിങ്ങളുടെ ഗവേഷണപരമായ പ്രവർത്തനത്തെ ഞാൻ അംഗീകരിച്ചു.